നമസ്കാരം, ഞാൻ ജോജി കുറുന്തോടത്ത്. പലരും പറയാറുണ്ട്, എനിക്ക് പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഒടുക്കത്തെ മടി കാരണം എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മടി കൂടാതെ ആഗ്രഹിച്ച കാര്യങ്ങൾ നന്നായി ചെയ്യാൻ കഴിയും. അതിന് ഏറ്റവും പറ്റിയ നല്ല സമയം നോക്കിയിരിക്കരുത്. ഈ നിമിഷമാണ് ഏറ്റവും നല്ല സമയം. ഉള്ള വിഭവങ്ങൾ വെച്ചുകൊണ്ട് ആരംഭിക്കുക. വെറുതെ ഒരാൾ ഒരു മടിയനാകാറില്ല. അതിനൊരു കാരണം കാണും, ഒരു മൂല കാരണം. അതെന്താണെന്ന് കണ്ടെത്തി ഇല്ലാതാക്കുക. പലർക്കും പലതും ചെയ്യാൻ മടിയുണ്ടാകുന്നത് ഒരു പ്രചോദനമില്ലാത്തത് കൊണ്ടാണ്. ഒരു പ്രവൃത്തി ചെയ്യാൻ അത് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കിയെടുത്താൽ എത്ര പ്രയാസമുള്ള പ്രവൃത്തിയാണെങ്കിലും മടി കൂടാതെ ചെയ്യാൻ കഴിയും. അതിന് ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ നമുക്ക് താല്പര്യമുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാൻ നാം സ്വാഭാവികമായിട്ടും താല്പര്യം കാണിക്കും. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി തീർക്കാൻ ഒരു മുൻകൂട്ടി പ്ലാൻ തയ്യാറാക്കിയാൽ നീട്ടിക്കൊണ്ടുപോകാതെ അത് എളുപ്പം ചെയ്യാൻ കഴിയും. മടിയെ മറികടക്കാനുള്ള നല്ലൊരു പ്രതിവിധിയാണത്. പാടുള്ളതും പ്രയാസമുള്ളതുമായ ജോലികൾ പൊതുവെ ചെയ്യാൻ നാം മടി കാണിക്കും. അങ്ങനെയുള്ള സമയത്ത് അവയെ വിഭജിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടി എളുപ്പമായിരിക്കും. ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഒരു ഏകദേശ രൂപം കിട്ടിയാൽ ഉടനെ തന്നെ കൂടുതൽ താമസിക്കാതെ അത് ചെയ്തു തീർക്കുകയാണ് മടി ഒഴിവാക്കാനുള്ള എളുപ്പമാർഗം. അതിസങ്കീർണമായ പ്രവൃത്തികളല്ലെങ്കിൽ അധികം ചിന്തിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം കൂടുതൽ ചിന്തിച്ചാൽ അത് ചിന്തയുടെ തലത്തിൽ തന്നെ നിന്നുപോകും, പ്രവൃത്തിയിലേക്ക് വരികയില്ല. അതുപോലെ തന്നെ പെർഫെക്ഷനിസം കൂടുതൽ മടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ടാക്കും. അതുകൊണ്ട് ഒരുപാട് പെർഫെക്റ്റ് ആകാൻ നോക്കാതെ ഉള്ള വിഭവങ്ങൾ വെച്ചുകൊണ്ട് തുടങ്ങുകയാണ് മടി മാറ്റാനുള്ള ഏറ്റവും നല്ല. പല കാര്യങ്ങൾ ത്യാഗം ചെയ്താൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന പല ലക്ഷ്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പൂർത്തിയാക്കേണ്ട ജോലികളെ അവയുടെ പ്രാധാന്യവും സമയപരിധി അനുസരിച്ച് ക്രമപ്പെടുത്തണം. സ്വയം ഓർമ്മിപ്പിക്കാൻ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണം. അലസമായി സമയം ചെലവഴിക്കാൻ സമയമുണ്ടെങ്കിൽ ഒരു 15-30 മിനിറ്റ് ആ രീതിയിൽ സമയം ചെലവഴിക്കുകയാണെങ്കിൽ പിന്നീട് മടി പിടിച്ചിരിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. കൃത്യമായ സമയബന്ധിതമായ ഒരു ജീവിതശൈലി പിന്തുടർന്നാൽ മടി ഇല്ലാതാക്കാം. അച്ചടക്കവും അടുക്കും ചിട്ടയും ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മടി താനെ ഇല്ലാതാകും. കൃത്യസമയത്ത് ഉണരുകയും കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. അച്ചടക്കവും അടുക്കും ചിട്ടയുള്ളവരുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും, അവർക്ക് പൊതുവെ മടിയില്ല എന്നുള്ള കാര്യം. ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന പോസിറ്റീവ് ഫലങ്ങൾ കാലേക്കൂട്ടി മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യാനുള്ള വളരെ വലിയൊരു പ്രചോദനം നമുക്ക് ഉണ്ടാകും. സർവോപരി ചെയ്യേണ്ട കാര്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സ്വയം ഒന്ന് അഭിനന്ദിക്കുന്നത് വളരെ നല്ലതായിരിക്കും.